ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. നമുക്ക് എല്ലാവർക്കും അറിയാം IVF-ൽ 100% സക്സസ് എല്ലാവർക്കും കിട്ടണം എന്നില്ല എന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ IVF-ൽ നിങ്ങൾക്ക് കിട്ടേണ്ട സക്സസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, സക്സസ് റേറ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത് ഇതൊരു ക്യാച്ചി ടൈറ്റിൽ മാത്രമാണോ അതോ ശരിക്കും ഇതൊരു കണ്ടന്റ് ആണോ എന്ന്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVF റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കൂടുതലും പേഷ്യൻസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, പേഷ്യൻസ് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ട്രീറ്റ്മെന്റ് മെത്തോഡോളജിയും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അവരുടെ സയന്റിഫിക് നോളജ് മെഡിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ നോളജിനെ അടിസ്ഥാനപ്പെടുത്തി എന്തായാലും കുറവായിരിക്കും. നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും അത് ഫോളോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതെന്റെ വീഡിയോ ആണെങ്കിൽ പോലും പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാതെ അതിന്റെ പിന്നിലെ സത്യത്തെ മനസ്സിലാക്കുക. മെഡിക്കലിയും സയന്റിഫിക്കലിയും പറയുന്ന എല്ലാ കാര്യങ്ങളും എത്രമാത്രം ശരിയുണ്ടെന്ന് മനസ്സിലാക്കുക. ചാനലിന്റെ ഒതന്റിസിറ്റിയെ പറ്റി അന്വേഷിക്കുക. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആക്ച്വലി IVF-ന്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്നാണ് എംബ്രിയോയും അടുത്തതാണ് എൻഡോമെട്രിയോയും. ബേസിക്കലി IVF-ൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് ഫോളിക്കിൾസിനെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അനസ്തേഷ്യ കണ്ട് ഓവം പിക്കപ്പ് ചെയ്ത് എഗ് വെളിയിലെടുക്കും. എന്നിട്ട് ആ എഗ്സിനെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് എംബ്രിയോ ഫോം ആക്കും. ആ എംബ്രിയോസ് ആണ് നിങ്ങളുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ എംബ്രിയോസ് ഏത് ക്വാളിറ്റിയുടെ ആണ് ഫോം ആയിരിക്കുന്നത്, ഏത് ഡേ എംബ്രിയോസ് ആണ്, ഏത് മോർഫോളജിക്കൽ ഗ്രേഡിന്റെ എംബ്രിയോസ് ആണ്, ആ എംബ്രിയോ ജനറ്റിക്കലി നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്, ഈ കാര്യങ്ങളിലെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ആ എംബ്രിയോ ഇംപ്ലാന്റ് ആകുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എംബ്രിയോസ് എഗ്ഗും സ്പേമുമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലുള്ള എഗ്സും സ്പേംസും ആണ് നമുക്ക് കിട്ടുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്താണ് എംബ്രിയോസ് ഏത് ക്വാളിറ്റിയുടെ ആണ് കിട്ടുന്നതെന്ന് നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് ആണ് എൻഡോമെട്രിയം. അതായത് ആ എംബ്രിയോ സ്വീകരിക്കാനായിട്ട് യൂട്രസിന്റെ പ്രിപ്പറേഷൻ എത്രയായി എന്നുള്ള കാര്യം. എൻഡോമെട്രിയം അതായത് യൂട്രസിന്റെ അകത്തെ ലെയർ. അപ്പോൾ നിങ്ങളുടെ യൂട്രസിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ, അതായത് അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് ഒക്കെ നിങ്ങളുടെ എൻഡോമെട്രിയം നല്ലതായിട്ട് ഫോം ആയിട്ടുണ്ട് എങ്കിൽ, നല്ലതായിട്ട് ട്രൈ ലാമിനാർ എൻഡോമെട്രിയൽ അപ്പിയറൻസ് ഉണ്ട് സോണോഗ്രഫിയിലെങ്കിൽ, ബ്ലഡ് ഫ്ലോ എല്ലാം കറക്റ്റ് ആണെങ്കിൽ, അപ്പോൾ ആ എൻഡോമെട്രിയം റിസെപ്റ്റീവ് ആണ്. അതിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് IVF-ന്റെ സക്സസ് റേറ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പാണ്, നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് ഷിഫ്റ്റ് ആകുക. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അതിൽ ആദ്യത്തേതാണ് ഹെൽത്തി ഡയറ്റ്. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് എടുക്കുക. ഹോം മെയ്ഡ് ഫുഡാണ് IVF ചെയ്യുന്ന എല്ലാവരും പ്രിഫർ ചെയ്യേണ്ടത്. സ്ട്രീറ്റ് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ് നിങ്ങളുടേതെങ്കിൽ, ഹെൽത്തി ഡയറ്റ് ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റിയിൽ അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ എംബ്രിയോസിൻ്റെ ക്വാളിറ്റിയും നല്ലതായിരിക്കും. IVF-ന്റെ സക്സസ് റേറ്റും ബൂസ്റ്റ് ആകും. നെക്സ്റ്റ് ടിപ്പാണ് നിങ്ങളുടെ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളത്. IVF ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സ്ട്രെസ് ഒരുപാട് കൂടുതലായിരിക്കും.
ഇൻഫെർട്ടിലിറ്റി സ്ട്രെസ്സും സൊസൈറ്റി പ്രഷറും ട്രീറ്റ്മെന്റ് റിലേറ്റഡ് സ്ട്രെസ്സും എല്ലാം കൂടെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, മ്യൂസിക് കേൾക്കുക, നിങ്ങളുടെ എൻജോയബിൾ ആയിട്ടുള്ള ഹോബീസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ് ലെവൽ കുറയാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് സൂട്ടാകുന്ന കാര്യം വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. സ്ട്രെസ് ലെവൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിൽ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും. നെക്സ്റ്റ് ടിപ്പാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സ്പെഷ്യലി ഇത് പറയുന്നത് സ്ത്രീകളോടാണ്. കാരണം സ്ത്രീകൾക്കാണ് ഇൻഫെർട്ടിലിറ്റിക്ക് കൂടുതലും പ്രഷർ ഉണ്ടാകുന്നത്. സ്ത്രീകളാണ് കൂടുതലും ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് നിങ്ങളുടെ IVFന്റെ സക്സസിനായിട്ട്. ഇനിയും പറയുന്നത് ഭർത്താക്കന്മാരോടാണ്. ഭാര്യമാരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഏത് സാഹചര്യത്തിലും നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുക. ഇൻഫെർട്ടിലിറ്റി അവരുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്നും അവരുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന തരത്തിലും അവരോട് പെരുമാറാതിരിക്കുക. ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, മനസ്സിലാക്കുക. ഒരിക്കലും പരസ്പരം കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും PCOD ഉണ്ടാകും. പക്ഷേ PCODക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റും ഡയറ്റും എടുത്താൽ അത് മാറും. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡും വൈഫും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. നെക്സ്റ്റ് ടിപ്പാണ് നിങ്ങളോട് പറഞ്ഞ എല്ലാ മെഡിക്കേഷൻസും കറക്റ്റ് ഡോസിൽ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കുക എന്നുള്ളത്. IVFൽ മെഡിക്കേഷൻസിൻ്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ IVFൽ മെഡിക്കേഷൻസിൻ്റെ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ നിങ്ങളുടെ IVFന്റെ സക്സസ് റേറ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് മെഡിക്കേഷൻസിൻ്റെ ടൈമിങ്ങും മെഡിക്കേഷൻസിൻ്റെ ഡോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ടിപ്പാണ് നിങ്ങൾ IVF ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ക്ലിനിക് വൈസ്ലി ചൂസ് ചെയ്യുക. നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ലാബിന്റെ ക്വാളിറ്റിയെയും ആധാരപ്പെടുത്തിയാണെന്ന് മറക്കാതിരിക്കുക. IVF ലാബിലുള്ള ഫിൽറ്റേഴ്സ്, അതായത് അവിടുത്തെ എയർ ക്വാളിറ്റി എങ്ങനെയുള്ളതാണെന്ന് നോക്കുക. ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് IVF ലാബ് ക്ലാസ് 1000 അല്ലെങ്കിൽ ക്ലാസ് 10,000 ആകണം. ക്ലാസ് 1000 IVF ലാബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബിക് ഫീറ്റിൽ 1000ൽ കുറവ് 0.5 മൈക്രോൺസിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണം. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറവാണെങ്കിൽ എംബ്രിയോയ്ക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയറും പ്യുവർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ എയർ ക്വാളിറ്റി നല്ലതായ ലാബിൽ ഫോം ആയ എംബ്രിയോ ക്വാളിറ്റിയും നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് ഏജ് കൂടുതലുള്ള പേഷ്യൻസിന്, നേരത്തെ IVF സൈക്കിളിൽ എംബ്രിയോ ഫ്രാഗ്മെന്റേഷൻ വന്നവർക്ക്, നേരത്തെ IVF ഫെയിൽ ആയവർക്കൊക്കെ ലാബിൽ എയർ ക്വാളിറ്റി നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്തുദ്ദേശിച്ചാണോ ആഗ്രഹിച്ചാണോ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കാര്യത്തിൽ എത്തും വരെ, ആ ഒരു ലക്ഷ്യത്തിൽ എത്തും വരെ നമ്മൾ ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കാതിരിക്കുക. ആ ഒരു കാര്യത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ അവസാനിപ്പിക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.